ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അവരുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ഇനിപ്പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദുവായി വേഷമിടുമ്പോൾ തന്നെ മോദി വിരുദ്ധ, BJP വിരുദ്ധ, RSS വിരുദ്ധ, സനാതൻ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയ പാറ്റ ധ്രുവരാത്തി യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബദ്രു റാഷിദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലാഹോരി. അദ്ദേഹം പാകിസ്ഥാനിലെ ലാഹോറിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂലി ക്രിസ്തു മതത്തിൻ്റെ ഒരു പേര് ഒരു പാകിസ്ഥാൻ മുസ്ലിമാണ്. അവരുടെ യഥാർത്ഥ പേര് സുലേഖ. കുപ്രസിദ്ധ ആഗോള ഗുണ്ടാ സംഘം ദാവൂദ് ഇബ്രഹാമിൻ്റെ കറാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന രഹസ്യവും ആഡംബരപൂർണവുമായ ബംഗ്ലാവിലാണ് അവർ താമസിക്കുന്നത്. അവിടെ അവർക്ക് ISIയും Z+ കാറ്റഗറി സുരക്ഷയും നൽകുന്നു. ധ്രുവരാത്തി എന്ന അപരനാമത്തിൽ പ്രവർത്തിക്കുന്ന ബദ്രു റാഷിദ് പാകിസ്ഥാൻ, ചൈന, ദുബായ്, മാലിദ്വീപ്, കാനഡ, റഷ്യ, തുർക്കി, പൻഡോറ എന്നിവിടങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നു. ചിലപ്പോൾ ജോർജ് സോറസിന്റെ അക്കൗണ്ടുകൾ വഴി പോലും. എന്നിരുന്നാലും ഈ ഹിന്ദു വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ ഘടകം ഇപ്പോൾ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യാർത്ഥം വെളിപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലെ വാചകങ്ങൾ കേട്ടിട്ട് സാറിന് എന്താണ് ഒരു തോന്നുന്നത്? എന്ത് അഭിപ്രായമാണ് പറയുന്നത്? അല്ല, അതിൽ തീർച്ചയായിട്ടും ഈ പാറ്റ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അത് ഒരിക്കലും ഒരു കൃത്യമായിട്ടുള്ള ഭാരതീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഒരാൾ ആസ്ട്രേലിയയിൽ താമസിക്കുന്നു, ഒരാൾ UK താമസിക്കുന്നു, ഒരാൾ US താമസിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ചില ആളുകൾക്കുണ്ടായിട്ടുള്ള ചില താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എന്ന് മാത്രമല്ല, അവരുടെ ഇതിനകത്ത് പ്രധാനമായിട്ട് അവർ ഫോളോവേഴ്സിൻ്റെ എണ്ണം നോക്കൂ. എറൗണ്ട് ഏകദേശം ഒരു 40% വരുന്നത് ബംഗ്ലാദേശികളാണ്, ഒരു 20% വരുന്നത് പാകിസ്ഥാൻകാരാണ്. നാമമാത്രമായിട്ടുള്ള നമ്പറാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഈ നാടിനെ, ഈ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ശക്തികൾക്കാണ് ഈ കാര്യത്തിൽ കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പം അതിനകത്ത് ഒരാൾ തന്നെയാണ് ഇയാൾ ധ്രുവരത്ത് എന്ന് പറയുന്ന ആളും. അയാളുടെ പേരെന്നൊക്കെ ചോദിച്ചാൽ ഹിന്ദു പേരാണ് അയാളുടെ പേരുള്ളത്, ധ്രുവരത്തി. അങ്ങനെ പേരുള്ള ആളുടെ യഥാർത്ഥ പേര് ബദ്രു റാഷിദ് എന്നാണ് അയാളുടെ പേര്. ഈ പറയുന്ന ബദ്രു റാഷിദിനെ പോലുള്ള ആളുകൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഏറ്റവും ശിഥിലമാക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇത് പാകിസ്ഥാന് താല്പര്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ ഭാര്യ താമസിക്കുന്ന ഭാര്യ ക്രൈസ്തവ നാമധാരി എന്നാണ് പറഞ്ഞത്. ഈ ക്രൈസ്തവ നാമധാരിയായിരിക്കുന്ന മുസ്ലിം താമസിക്കുന്നത് അവിടെ ഈ പറയുന്ന തീവ്രവാദികളുടെ വീടുകളിലാണ് താമസിക്കുന്നത്. അവിടെ തീവ്രവാദികളുടെ വീടുകളിൽ താമസിക്കുന്നു. പാകിസ്ഥാൻ അവർക്ക് Z+ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ആ വീടുകളിൽ താമസിച്ചുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലതരത്തിൽപ്പെട്ട പ്രവർത്തനമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നുന്നു ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവര് ഇന്ത്യക്കെതിരായിട്ട് ശക്തമായിട്ട് പറയുന്നു. അങ്ങനെയല്ല. ഇവിടെ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മളുടെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ട് ഈ നാടിനെതിരായിട്ട് പടവരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത് പഴയകാലത്ത് മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. ഞങ്ങൾ യുദ്ധം ചെയ്താണ് ഞങ്ങൾ പാകിസ്ഥാൻ വാങ്ങിക്കുന്നെങ്കിൽ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഞങ്ങൾ സ്വന്തമാക്കുന്ന പഴയകാലത്ത് ലീഗ് പറഞ്ഞിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഭാഷ ഇത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോൾ ഇവർ പറയുന്ന സമയത്ത് ഇന്ത്യയിലുള്ള വളരെ പാവപ്പെട്ടതിനെ കുറിച്ച് ഇവർക്ക് വളരെ വേവലാതി വരുന്നു. ആ വേവലാതിയോട് സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പറയുന്നു. പാറ്റ ജനതാ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറയുന്നു. അവർക്ക് വേണ്ടി RJD എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ RJD നേതാവാണ് ഇതിനകത്ത് അവർക്ക് ആ സ്ഥലമൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത്. അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പഞ്ചാബിൽ നിന്നുള്ള വേറെ ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെയും മമതയുടെ പാർട്ടിയുടെയും എല്ലാവരുടെയും RJD അടക്കമുള്ള ആളുകളുടെ പിന്തുണയാണ് ഇവർക്കുള്ളത്. കോൺഗ്രസിന് പിന്തുണ ഉണ്ടെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന് ഒരിക്കലും ഈ പിന്തുണ കൊടുക്കാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസിന് ഇന്ന് നിലവിൽ 4 or 5 സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും രാഷ്ട്രവിരുദ്ധമായിട്ട് ചിന്തിക്കൽ എളുപ്പമല്ല. മറിച്ച് ഇവിടെയുള്ള ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാത്ത സ്വന്തമായ താല്പര്യങ്ങൾ മാത്രമുള്ള ആം ആദ്മി പാർട്ടി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റ് മമതാ ബാനർജിയുടെ പാർട്ടി ആയാലും കൊള്ളാം, തൃണമൂൽ കോൺഗ്രസ് ആയാലും കൊള്ളാം, അവരെ സംബന്ധിച്ചൊക്കെ എങ്ങനെയെങ്കിലും അധികാരത്തിൻ്റെ അപ്പക്കഷം തുണിയാന്നുള്ളതാണ് ലക്ഷ്യം. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളൊന്നും അവരെ സംബന്ധിച്ച വിഷയമല്ല. അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മുൻനിർത്തിക്കൊണ്ട് അവർ നടക്കുന്ന സമര ആഭാസങ്ങളുടെ ഭാഗം അത് തന്നെയാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇയാളെന്ന് ഇപ്പോൾ പേരെന്താന്ന് ചോദിച്ചാൽ ഒരു പേര് ഇടുന്നു. അയാളുടെ പേര് യഥാർത്ഥ പേര് റാഷിദ് എന്നാണ്. റാഷിദ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദിയായിരിക്കുന്ന ആള്. അയാൾ ഹൈന്ദവ നാമധേയം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ശിഥിലമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ പ്രവർത്തന കേന്ദ്രം ഏതാണ്? അത് പാകിസ്ഥാനാണ്. അത് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് ചൈനയുമായിട്ട് ബന്ധമുണ്ട്. ഇയാൾക്ക് പണം വരുന്നത് ഏതൊക്കെയാണ്? നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന്. ഇയാൾക്ക് തുർക്കിയിൽ നിന്ന് പണം വരുന്നു, ഇയാൾക്ക് മാലദ്വീപിൽ നിന്ന് പണം വരുന്നു, ഇയാൾക്ക് ചൈനയിൽ നിന്ന് പണം വരുന്നു. എന്ന് വെച്ചാൽ ഭാരതത്തെ ഈ നാടിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നതാണ് ഇയാളുടെ പ്രവർത്തനം. ഈ കൂട്ടരുടെ പരിശ്രമം അതാണ് ഈ പാറ്റകളുടെ പ്രവർത്തനം. ശരിക്കതാണ്. പാറ്റ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിലേക്ക് എന്താ പാറ്റയെ കുറിച്ച് പറയുക? പാറ്റ ഒരിക്കലും ആരും നന്നാക്കാൻ വേണ്ടിയുള്ള സാധനമല്ല പാറ്റ. പാറ്റ എന്ന് പറയുന്നത് ആ കുടുംബത്തെ നശിപ്പിക്കാനുള്ള സംവിധാനമാണ് പാറ്റ. ഈ പാറ്റ ഒരു വീട്ടിലെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് പാറ്റ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. പാറ്റ ഒരു വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങാതിരിക്കട്ടെ, നമ്മുടെ കിടക്കയിൽ പാറ്റ വന്നിരിക്കട്ടെ, നമ്മൾ ചാടി എഴുന്നേൽക്കും. അത് സാധാരണ ജനജീവിതത്തെ ദൂഷ്യകരമായിട്ട് ബാധിക്കുന്ന ഒരു അശ്ലീല വസ്തുവിന്റെ പേരാണ് പാറ്റ. ഈ പാറ്റയുടെ പേരാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാധാരണ പറയൽ പ്രദോഷം നോക്കുന്നത് തേവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന പാറ്റ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം അതിനൊരിക്കലും ഭാരതത്തിന്റെ നേട്ടമല്ല ലക്ഷ്യം, ഭാരതീയരുടെ നേട്ടമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ നേട്ടമാണ് അവരുടെ ലക്ഷ്യം, ഇസ്ലാമിക തീവ്രവാദികളുടെ നേട്ടമാണ് അവരുടെ നേട്ടം, ബംഗ്ലാദേശിന്റെ നേട്ടമാണ് അവരുടെ നേട്ടം, ചൈനയുടെ നേട്ടമാണ് അവരുടെ നേട്ടം, തുർക്കിയുടെ നേട്ടമാണ് അവരുടെ നേട്ടം. ഈ പറയുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ചില ആളുകൾ, അവർ ചില വിദേശ രാജ്യങ്ങളിലേക്കാണ് അവരിയ്ക്കുക. അവരെവിടെ ഇരിക്കുക? ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് ഇന്നിപ്പോ ജോർജ് സോറോസിന്റെ ഒക്കെ പിന്തുണയോടുകൂടി കൊണ്ട് ഇവരിൽ പലർക്കും വേണമെങ്കിൽ US ഇരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആസ്ട്രേലിയയിൽ ഇരിക്കാം. ആ പിന്തുണ കൊടുക്കുന്ന അവരാണ്. ജോർജ് സോറോസ് ആരാ? ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതത്തെ തുണ്ടം തുണ്ടമായിട്ട് മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനാഢ്യന്റെ പേരാണ് ജോർജ് സോറോസ്. ആ ജോർജ് സോറോസിനിൽ നിന്ന് വരെ പണം പറ്റുന്ന ആളാണ് ഇയാളെന്നുള്ള പേരുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഇവരാരും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ നീറ്റ് അടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിൽ അതിനകത്ത് ഇവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ ഇത്തരത്തിൽ നീറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മൂലമായിട്ട് അതിന് പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ തരത്തിൽപ്പെട്ട തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം ഇവിടെ വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ളത് അവരെല്ലാവരും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി പണിയെടുക്കാൻ. അങ്ങനെ ആവണം നിർബന്ധമില്ല. കോടതി 2 കൊല്ലം മുമ്പ് പറഞ്ഞാണല്ലോ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണ്. അതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതിന് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചിലപ്പോൾ CBSE ചെയർമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തരത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. ഈ പറയുന്ന ആളുകൾക്കെല്ലാം ആരാണ് വരുമാനം കൊടുക്കുന്നത്, അവരുടെ സാമ്പത്തിക സ്രോതസ് ഏതാണ്, ഇത് അന്വേഷണം നടത്തേണ്ടതാണ്. ഇവരാരും കേവലം നിഷ്കളങ്കരാണ്. ഇവരാരും പണം വാങ്ങിച്ച് 5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി കൊടുക്കില്ല. അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന റാഷിദുമാരെ സഹായിക്കലാണ്. അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇവരാണ്. അങ്ങനെ ഒത്താശ ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് കേരളത്തിലെ അവർക്കൊരു ചാൻസ് കിട്ടുകയാണ്. വാസ്തവത്തില് ഞാൻ എവിടേക്കൊരു പിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അത് ഇലക്ഷന് പിടിക്കാം, തെരഞ്ഞെടുപ്പിൽ പിടിക്കാം എന്നൊക്കെ വിചാരിച്ചു. അത് നടന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും അമ്പേ പരാജയപ്പെട്ടു. ഇനി ഏതാ നിവൃത്തിയുള്ളത്? വേറെ വാണിജ്യരംഗത്ത് സാധിക്കുന്നില്ല. കർഷകരെ കൊണ്ട് സമരം ചെയ്യിച്ചു നോക്കി, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ കൊണ്ട് സമരം ചെയ്യിച്ചു നോക്കി. എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടു. ആ പരാജയപ്പെടുന്ന സമയത്ത് ഇനി വിജയിക്കാൻ സാധ്യത യുവാക്കളെ ബാധിക്കുന്ന വിദ്യാർത്ഥികളുടെ CBSE എക്സാമിനേഷൻ പേപ്പറുകളെ സംബന്ധിച്ച്, നീറ്റിന്റെ പരീക്ഷയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ തരത്തിൽപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പ് ആലോചിക്കാൻ സാധ്യതയുണ്ട്. അവരെങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവർക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് ഈ പറയുന്ന റാഷിദിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ് പാറ്റയുടെ പേരിലും റാഷിദ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദി ഹൈന്ദവ നാമധേയം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നാടിനെ ശിഥിലമാക്കാൻ നടത്തുന്ന പരിശ്രമത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ പറയുന്ന പാറ്റ ജനതാദള് എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക.
നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.